വാളയാർ പുതുപ്പതിയിൽ ട്രെയിൻ ഇടിച്ച് രാവിലെ ഒരു അപകടമുണ്ടായി. 2 കാട്ടാനകൾ ചെരിയുന്ന സാഹചര്യമുണ്ടായി. റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടെ മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചാണ് അപകടം. പുലർച്ചെയുണ്ടായ അപകടത്തിന് പിന്നാലെ ട്രെയിൻ 20 മിനിറ്റോളം വനമേഖലയിൽ നിർത്തിയിട്ടു. ഇക്ബാൽ അരക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇത്തരം വാർത്തകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു പിടിയാനയും കുട്ടിയാനയുമാണ് ചെരിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ റെയിൽവേ ലൈനിനടുത്തുള്ള ഒരു സാഹചര്യം? മാധു, എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു വളവ് ഈ വനമേഖലയിലാണ്. വാളയാറിലെ ആ വനമേഖലയിലൂടെ വരുന്ന ഈ വളവിൽ വെച്ചാണ് ഈ 2 ആനകളെയും ട്രെയിൻ ഇടിച്ചത്. ഇന്ന് പുലർച്ചെ ഒരു 12:30 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ട്രെയിന് ഈ 2 കാട്ടാനകളെയും ഇടിക്കുന്നത്. ആ വളവിൽ നിന്ന് ഈ 2 ആനകളെയും ഇടിച്ച് പിന്നീട് ഏകദേശം ഒരു 50 മീറ്ററിലധികം ദൂരത്തേക്ക് ഈ മേഖല വരെ ഈ ആനകളെ ഇടിച്ചു വലിച്ച് ഈ ട്രെയിൻ കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് ഭാഗത്തെല്ലാം ഇങ്ങനെ ആനകൾ ഈ ട്രാക്കിലേക്ക്, റെയിൽവേ ട്രാക്കിലേക്ക് വരുന്നത് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ കേരളത്തിൽ ആ സംവിധാനമില്ല. ഏതായാലും ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് കാണുകയും ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസി സതീഷ് നമുക്കൊപ്പം ചേരുന്നത്. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചത്? நைட்டு ஒரு 11:30 மணி இருக்கும். யானை ட்ராக்கில் வந்து ட்ரெயின் அடிபட்டுருக்கு. നിങ്ങൾ ശബ്ദം കേട്ട് ഓടി വന്നാണ്? நாங்கள் வரல, சத்தம் கேட்டது. ஃபாரஸ்ட் டிபார்ட்மெண்ட்டெல்லாம் நைட் வந்துட்டாங்க. ஒரு ½ அன் ஹவர்க்குள்ளே வந்துட்டாங்க எல்லாருமே. ട്രെയിൻ ഒരുപാട് നേരം നിർത്തിയിട്ട് ட்ரெயின் வந்து அதில் கிளியர் பண்ண வரைக்கும் ட்ரெயின் என்னது. ഈ ആന ട്രെയിനിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. നൈറ്റ് ആനക്ക് അടിയിൽ സിക്കിയിട്ട് സൈഡിൽ പൊട്ടങ്ങാട്ടി ഉള്ള സിക്കിയിട്ട്. മാധു, 2 ആനകളായിരുന്നു. ഒരു പിടിയാനയും ഒരു കുട്ടിയാനയുമാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 50 മീറ്ററോളം ദൂരത്തോളം ഈ ആനകളെ ട്രെയിൻ വലിച്ച് കൊണ്ടുവരികയായിരുന്നു. പിന്നാലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലാണ് ആ ട്രെയിൻ നിന്നത്. 20 മിനിറ്റോളം ട്രെയിൻ ഈ മേഖലയിൽ തന്നെ നിന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ 2 ആനകളുടെയും ജഡം ഈ റെയിൽവേ ട്രാക്കിൽ നിന്നും അല്പം ദൂരം മാറി വനമേഖലയിൽ അവിടെ മാറ്റിയിരിക്കുന്നതാണ്. അവിടെ കേരള വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വെറ്റിനറി സർജന്മാർ ഇവിടേക്ക് എത്തും. അവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ 2 ആനകളുടെയും ജഡം സംസ്കരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാടാണ് തൊട്ടപ്പുറത്തെ മേഖലയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു 100 മീറ്റർ മറിയാൽ തമിഴ്നാടാണ്. അവിടെ കൃത്യമായി തന്നെ ഈ ആനകൾ റെയിൽവേ ട്രാക്കിലേക്ക് വരുമ്പോൾ അത് കൃത്യമായി തന്നെ റെയിൽവേ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. വനവകുപ്പും അതുപോലെ തന്നെ റെയിൽവേയും എല്ലാം അവിടെ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ആനകൾ ട്രാക്കിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും അറിയാൻ സംവിധാനമില്ലാത്തതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ കേരളത്തിൽ ഇത് പതിവാകുകയാണ്. നേരത്തെ കഞ്ചിക്കോടും വാളയാറിലുമെല്ലാം സമാന അവിടെ ഈ മൃതദേഹങ്ങൾ, ഈ ആനകളുടെ മൃതദേഹങ്ങൾ മാറ്റി കത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി വന്ന് വനവകുപ്പെത്തി പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷമാണ് സംസ്കരിക്കുക എന്നടക്കമുള്ള നടപടികളിലേക്കൊക്കെ പോകുക. ഇക്ബാൽ അരക്കലാണ് ആ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് വിവരങ്ങൾ നൽകിയത്.